കാര്യത്തിലും നീ ഇങ്ങനെ ആയ പോരാ, നീ ഒന്നുകൂടി നിനക്കതിനേക്കാൾ കഴിയുമെന്നുള്ള നിലക്ക് അദ്ദേഹം നൽകിയ ബാക്ക് സപ്പോർട്ട് ആ ബിലോ ആവറേജിനെ ഹൈ അച്ചീവറാക്കി മാറ്റുകയാണ്. ഇതൊരു രക്ഷിതാവ് എന്നുള്ള നിലക്ക് നമ്മൾ കൊടുക്കുന്ന ഫീഡ്ബാക്കുകൾ, ഈ അച്ചീവ്മെന്റിന് അവർ നടത്തുന്ന ഫീഡ്ബാക്കുകൾ കുട്ടിയിൽ വലിയ മാറ്റം ഉണ്ടാക്കും. ഒരു സംശയമില്ല കാര്യത്തിൽ. ഞാൻ കഴിഞ്ഞ ഇവിടെയുള്ള മുമ്പൊരു ക്ലാസ്സിലും സൂചിപ്പിക്കുന്നുണ്ട്. സാധാരണ ഞങ്ങൾ ബസ്സിലൊക്കെ കുട്ടികൾ കരയുമ്പോൾ സ്വീകരിക്കാറുള്ള ചില മാർഗങ്ങളുണ്ട്. ഇപ്പോൾ സാധാരണ ഈ സ്കൂൾ ബസ്സിൽ പോകുമ്പോൾ ഈ രാവിലെ KG ക്ലാസ്സിലെ കുട്ടികൾ എപ്പോഴും കരഞ്ഞുകൊണ്ടാണ് ബസ് കയറുന്നത്. നിങ്ങൾ കാണുന്ന രംഗാണല്ലോ റോഡ് സൈഡിൽ നിന്ന്. അമ്മയുടെ ഉമ്മയുടെ സാരിത്തലക്ക് അല്ലെങ്കിൽ കൈ പിടിച്ചിട്ട് സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുട്ടി വണ്ടി കയറിയാൽ കരഞ്ഞുകൊണ്ടേയിരിക്കും. എന്തു പറഞ്ഞാലും കരച്ചിൽ നിർത്തൂല. തിരിച്ചു വരുമ്പോൾ പലപ്പോഴും അങ്ങനെ. അപ്പോൾ സാധാരണ ഞങ്ങളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റെഡിങ് പെണ്ണെടുക്കും. കാരണം അധ്യാപകർ എന്നുള്ള നിലയ്ക്ക് എപ്പോഴും ഈ ചുവന്ന പേന ഞങ്ങളുടെ കയ്യിലുണ്ടാകും. കാരണം അത് റെക്കഗ്നിഷൻ്റെ അംഗീകാരം. +2 ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ പോലും ഒരു പ്രോബ്ലം ചെയ്തിട്ട് അവർക്ക് നീലമഷി കൊണ്ട് ശരിയിട്ട് കൊടുത്താൽ ഇത് പോരാ സാറേ എന്ന് പറയും. റെഡിങ് ഈസ് ദ മാർക്ക് ഓഫ് റെക്കഗ്നിഷൻ. അതങ്ങനെ കുട്ടിയുടെ മനസ്സിൽ. അപ്പോൾ സാധാരണ എന്താ ബസ്സിൽ ചെയ്യാന്ന് വെച്ചാൽ അനുഭവമാണ്. പല ദിവസങ്ങളിലും കുട്ടികൾ കരയുമ്പോൾ ഈ ചുവന്ന പേന എടുത്തിട്ട് ഇവിടെ ഒരു സ്റ്റാർ ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പറയും, ഷോ ദിസ് ടു യുവർ പാരൻസ് ആൻഡ് ടെൽ ദം ദാറ്റ് ദിസ് സ്റ്റാർ ഇസ് ഗിവൺ ബൈ സർ ഫോർ കീപ്പിംഗ് ഡിസിപ്ലിൻ ഇൻ ദ ബസ്. മതി, കുട്ടി കരച്ചിൽ നിർത്തും. വേറൊന്നും വേണ്ട. ഈ ഒരു ചെറിയ അടയാളം, സ്റ്റാറുകൾ. സാധാരണ നമ്മൾ ഉയർന്ന ക്ലാസ്സിൽ പോലും എന്തെങ്കിലും ഒരു വർക്ക് കുട്ടികൾ പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഐ വിൽ ഗിവ് 2 stars എന്ന് പറഞ്ഞാൽ മതി. 17കാരനായ 18കാരനായ കുട്ടി ഒരു കൊച്ചു കുട്ടിയെ പോലെ സെക്കൻഡുകൾ കൊണ്ട് കാര്യം പൂർത്തീകരിക്കും. കാരണം ഈ സ്റ്റാർ എന്ന് പറയുന്നത് ഇതൊരു അംഗീകാരമാണ്. പാരൻസിന് സ്റ്റാർ കൊടുക്കാൻ കഴിഞ്ഞോണമെന്നില്ല. അതിന് പകരം ഒരു തട്ടൽ മതി, ഒരു തലോടൽ മതി, ഒരു പുഞ്ചിരി മതി. അല്ലെങ്കിൽ അന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ഗിഫ്റ്റായി അവന് കൊടുത്താൽ മതി. അത് മനസ്സിൽ നിലനിൽക്കും. അങ്ങനെയാണ്. ഞാൻ ഓർത്തു പോകുന്നുണ്ട്, കേരളത്തിലെ പ്രമുഖനായൊരു പണ്ഡിതൻ, അദ്ദേഹം മരണപ്പെട്ടു പോയി. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം. ഹോസ്റ്റലിൽ പഠിക്കുന്ന സമയത്ത്, 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആ പണ്ഡിതൻ സ്ഥാപനം സന്ദർശിച്ചു. കുട്ടിയെ കാണുന്നു, പരിചയപ്പെടുന്നു, മാർക്ക് ചോദിക്കുന്നു. ക്ലാസ്സിൽ 2ാം റാങ്കാണ്. അദ്ദേഹത്തോട് പറയുന്നു, അടുത്ത തവണ ഞാൻ വരുമ്പോൾ 1ാം റാങ്ക് കിട്ടണം. കൃത്യം 1 വർഷം കഴിഞ്ഞ് അദ്ദേഹം അതേ ഹോസ്റ്റലിൽ വരുന്നു, ഒരു പേനയും കൈപിടിച്ച്. ഈ കുട്ടിയെ വിളിക്കുന്നു, ചോദിക്കുന്നു, ഇപ്പോൾ 1ാം റാങ്ക്. ആ പേന കൊടുക്കുന്നു. ആ സുഹൃത്ത് ഇന്ന് കുവൈത്തിൽ ഒരു ഉയർന്ന സ്ഥാപനത്തിൽ ജോലി ചെയ്യാണ്. 9ാം ക്ലാസ്സിൽ പഠിച്ച കാലത്തെ അദ്ദേഹം നൽകിയ ആ പേനയെക്കുറിച്ച് ഇന്നും മനസ്സിലോർക്കും. കുട്ടി അങ്ങനെയാണ്. ഏത് വിലപിടിപ്പുള്ള വസ്തുവിനേക്കാളും തൻ്റെ ഒരു പ്രവർത്തനത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരം, അതൊരു ചുവന്ന ശരിയാകാം, ഒരു സ്റ്റാർ ആകാം, ഒരു പാറ്റിംഗ് ആകാം, ഒരു ഗുഡ് എന്ന് പറയലാകാം. ഇതൊക്കെ കുട്ടിയിൽ വലിയ മാറ്റം വരുത്തും. അതുകൊണ്ട് നന്മയെ ഈ രൂപത്തിൽ കാണാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. സൈക്കോളജിക്കൽ നീഡ്സിൽ 7ാമത്തെ ഏറ്റവും പ്രധാനമായ ഒന്ന് ഫ്രണ്ട്ഷിപ്പാണ്. സൗഹൃദ ബന്ധം മക്കളുമായി ഉണ്ടാവുക. അത് ടീച്ചേഴ്സ് ആണെങ്കിലും രക്ഷിതാക്കളാണെങ്കിലും. ഇത് സോഷ്യലൈസേഷനെ എൻകറേജ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ഒരു ഘടകമാണ് കുട്ടിയുമായുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നാട്ടിലെ ജീവിതവും ഇവിടുത്തെ ജീവിതവും തമ്മിൽ ഈ കുട്ടികളുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ അച്ചീവ്മെൻറ്റ്സിലുള്ള ഡിഫറൻസ് ശരിക്കും നേർക്ക് നേരെ അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ നമ്മുടെ പ്രവാസ ജീവിതത്തിലെ മക്കൾ നഷ്ടത്തിലാണ്. സോഷ്യലൈസേഷൻ്റെ വലിയൊരു തലം ആ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇമോഷണലായിട്ട് നോക്കുമ്പോൾ വൈകാരിക തലത്തിൽ പലപ്പോഴും നമ്മുടെ പ്രവാസികളുടെ മക്കൾ വളരെ പിറകിലാണ് എന്ന് കാണാം. പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നിടത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലപ്പോഴും ഇഷ്യൂകൾ നമ്മുടെ മുമ്പിൽ എത്തിച്ചേരുന്നു. വളരെ നിസ്സാരമായിരിക്കും കിട്ടും. ഇപ്പോൾ 2 ദിവസം മുമ്പ് ഡൈവോഴ്സിൻ്റെ വക്കിലെത്തിയിരിക്കുന്നു. ഹൈ പ്രൊഫൈലുള്ള 2 പേര്, വളരെ ഉയർന്ന പ്രൊഫൈൽ, വെൽ എഡ്യൂക്കേറ്റഡ്. പ്രശ്നത്തിൻ്റെ മർമ്മം ഇങ്ങനെ പരിശോധിക്കുമ്പോൾ 2 പേരും പഠിച്ചു വളർന്നത് ഗൾഫിലാണ്. 2 പേരും വളർന്ന സാഹചര്യങ്ങൾ ആ വിധത്തിലാണ്. ഷെയറിങ്ങുകൾ നടന്നിട്ടില്ല. ഫാമിലി റിലേഷൻഷിപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ മാനസികമായി പല വിഷയങ്ങളെയും നേരിടാനുള്ള പക്വതകളെത്തില്ല. അവസാനം അവരുടെ മുഖത്ത് നോക്കി എനിക്ക് പറയേണ്ടി വന്ന അല്പം കാർക്കശ്യത്തോടു കൂടി, യു ഹാവ് വെരി ഹൈ പ്രൊഫൈൽ, യു ആർ വെൽ എഡ്യൂക്കേറ്റഡ് ആൻഡ് യു ആർ വെരി ഗുഡ് ഫ്രം ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, ബട്ട് ഐ എം സോറി ടു സേ ദാറ്റ് യുവർ പ്രോബ്ലം ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് LKG സ്റ്റുഡൻസ്. അങ്ങനെ പറയേണ്ടി വന്നു എനിക്ക് അവരോട്. വളരെ നിസ്സാരമാണ്. പ്രശ്നം എവിടെയാണ്?
ഈ പ്രവാസ ജീവിതത്തിൽ നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങളുണ്ട്. ഒന്ന്, പിയർ ഗ്രൂപ്പിലൂടെ ഒരു കുട്ടിക്ക് ഒരുപാട് അറിവ് ലഭിക്കാറുണ്ട്. അത് നമുക്ക് കിട്ടിയത് എവിടെന്നാ? നാട്ടിലെ സ്കൂൾ ഗ്രൗണ്ടിൽ പന്ത് കളിച്ച് നടന്നിടത്ത്, മാവൂര് കല്ലെറിഞ്ഞ് നടന്നിടത്ത്, റോട്ടിലൂടെ വണ്ടി ഉരുട്ടി നടന്ന സമയത്ത്, കല്യാണ വീടുകളിൽ ഒന്നിച്ചു കളിച്ചു നടന്നപ്പോൾ ഈ പിയർ ഗ്രൂപ്പിലൂടെ, ഫാമിലിയിലൂടെ ഒക്കെ കിട്ടിയ ഒരുപാട് അറിവുകളുണ്ട്. ഈ അറിവുകളാണ് ഞാനെന്ന നിങ്ങളെന്ന ഈ വ്യക്തിയെ നമ്മളാക്കി മാറ്റിയത്. ഇതിലൊരുപാട് തലം നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കാണാം, ക്ലാസ്സിൽ വലിയ ബഹളം എന്താ നോക്കിയാൽ, ഒരു ചെറിയ പാറ്റ, കൂറയുടെ ഒരു ചെറിയ കുട്ടി ഇങ്ങനെ പോവാണ്, അപ്പോഴേക്കാകെ ബഹളമാണ്. ഒരു ചെറിയ പുഴു, അതിനെ കണ്ടിട്ട് കുട്ടികൾ ഒന്നിച്ച് പോയി കൂടുന്നത്. സർ, മേ ഐ ഗോ ടു ക്ലിനിക്? എന്തോടോ പ്രശ്നം? സ്റ്റേപ്ലറിന്റെ പിന്നു കുത്തി ചോര പൊടിച്ചു. അതാണ് നാട്ടിലെ കുട്ടിയോ പന്ത് കളിക്കുമ്പോൾ ഒരു കാല് ഈ കെടുപ്പിന്ന് തെറ്റി കെട്ടിയാൽ 1.5 കാലുകൊണ്ട് ഫുട്ബോൾ കളിക്കും. പിന്നെ പ്രശ്നമില്ല അവന്. റമദാൻ മാസത്തിൽ രാവിലെ വെയിലത്തേക്ക് ഇറങ്ങി വൈകുന്നേരം വരെ കളിച്ചാലൊന്നും അവനൊരു ക്ഷീണമില്ല. ഹി ഹാസ് വെൽ സ്റ്റാമിന, ഗുഡ് സ്റ്റാമിന. പ്രശ്നങ്ങൾ നേരിടാനുള്ള ശക്തിയുണ്ട്, കരുത്തുണ്ട്. ഇതൊക്കെ പ്രവാസ ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതിൻ്റെ ഫലം എന്നോണം പലപ്പോഴും കാണാം നമുക്ക്. നിങ്ങൾ മലയാള പത്രങ്ങളിലെ മാട്രിമോണിയൽ പേജ് എടുക്കുക, വിവാഹ പരസ്യം എടുത്തു നോക്കൂ. ബഹുഭൂരിഭാഗം നിങ്ങൾക്ക് കാണാം പ്രവാസ ജീവിതം നയിക്കുന്ന വിവാഹമോചിതയായ പെൺകുട്ടി അനുയോജ്യനായ വരനെ തേടുന്നു. ഗൾഫിൽ വളരുന്ന പല പെൺകുട്ടികളും പിന്നീട് നാട്ടിലേക്ക് വിവാഹം ചെയ്യപ്പെടുമ്പോൾ ആ ഫാമിലി സ്റ്റാറ്റസുമായി ഒത്തുപോകാൻ കഴിയാതെ പ്രശ്നങ്ങളിലായി കഴിഞ്ഞ് ഡൈവോഴ്സ് ആകുന്ന കേസുകൾ വളരെ കൂടുതലാണ്. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന വലിയൊരു കാര്യം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് സാഹചര്യത്തിൽ എത്തിച്ചേർന്നാലും ആ സാഹചര്യവുമായി അനുയോജ്യമായി വളരാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികളെ എത്തിക്കണം. യൂണിസെഫ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യമായി 10 കാര്യങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാമതായി പറയുന്നത് ക്രിയേറ്റ് എമ്പതി എന്നതാണ്. കുട്ടിയിൽ അനുതാപം വളർത്തിയെടുക്കുക. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സിമ്പതി ആൻഡ് എമ്പതി? നമുക്കറിയാം. സിമ്പതി എന്ന് പറഞ്ഞ അനുകമ്പ, ഒരാളെ കാണുമ്പോൾ, ഒരു രോഗിയെ കാണുമ്പോൾ, ഒരു അന്ധനെ കാണുമ്പോൾ അയ്യോ പാവം എന്ന് പറയുന്നത്. എന്നാൽ എമ്പതി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ പേഴ്സണലൈസ്ഡ് ഫോം ഓഫ് സിമ്പതി. ആ പ്രശ്നം അഭിമുഖീകരിക്കുന്ന വ്യക്തിയായി നമ്മൾ മാറുകയാണ്. എമ്പതി ക്രിയേറ്റ് ചെയ്യലാണ് എഡ്യൂക്കേഷന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്നതാണ് യൂണിസെഫ് അതിൻ്റെ ഒന്നാമത്തെ കാര്യമായി പറയുന്നത്. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഈ വിഷയം നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു. വേദനിക്കുന്നവന്റെ വേദന അറിയാതെ, കരയുന്നവന്റെ കണ്ണീരൊപ്പാതെ, എരിയുന്ന വയറിന്റെ പ്രശ്നം പരിഹരിക്കാതെ സ്വർഗപ്രവേശനം സാധ്യമല്ല. ഫി ജന്നാതി യതസാഅലൂന അനിൽ മുജ്രിമീൻ മാ സലകകും ഫി സഖർ ഖാലു ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ. അഗതിയുടെ, അനാഥന്റെ, വേദന അനുഭവിക്കുന്നതിന്റെ പ്രശ്നങ്ങളുമായി സമരസപ്പെടാൻ മാനസികമായി അവരെ തയ്യാറാക്കുക. 2, ക്രിയേറ്റീവ് തിങ്കിങ് എഡ്യൂക്കേഷന്റെ ലക്ഷ്യം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പ്രവാസി മക്കൾ ഈ വിഷയത്തിൽ വളരെ പിറകിലാണ്. അത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ വലിയൊരു പ്രശ്നം അവിടെയുണ്ട്. ഒരു അനുഭവം ഞാൻ പറയട്ടെ. ഒരു മാത്തമാറ്റിക്സ് അധ്യാപകൻ എന്നുള്ള നിലക്ക് കഴിഞ്ഞ ആഴ്ച സ്കൂളിലെ എക്സാം 9ാം ക്ലാസ്സിൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണുന്ന ഒരു ഇക്വേഷൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹെറോൺസ് ഫോർമുല എന്ന് പറയും. A is equal to root of s into s minus a into s minus b into s minus c. A, B, C 3 സൈഡ്സിന്റെ ലെങ്ത് ആണ്. 12 ക്വസ്റ്റ്യൻ എയും ബിയും സിയും കൊടുത്തിട്ട് ഏരിയ കാണാനുള്ള കാര്യം കുട്ടിയെ പഠിപ്പിച്ചു വിട്ടു. പക്ഷേ ബോർഡ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യം എയും ബിയും സിയും തരുന്നതിന് പകരം സെമി പെരിമീറ്റർ ഇത്ര എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ എസ് ഇത്ര എന്ന് കൊടുത്തു. പക്ഷെ എസ് എന്ന് പറഞ്ഞാൽ കുട്ടി പഠിച്ചു വെച്ചത് a+b+c/2 എന്നാണ്. സെമി പെരിമീറ്റർ എന്ന് പല കുട്ടികൾ അറിയും. ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന് സെമി പെരിമീറ്റർ ഇത്ര, ഡിഫറൻസ് ഓഫ് ഈച്ച് സൈഡ് വിത്ത് സെമി പെരിമീറ്റർ ഇത്ര 3 കൊടുത്തു. എസ് മൈനസ് എയും എസ് മൈനസ് ബി എസ് മൈനസ് സി കൊടുത്തു. 35 കുട്ടികളിൽ 5 കുട്ടികൾ മാത്രമാണ് ആ പ്രോബ്ലം അറ്റൻഡ് ചെയ്തത്. എൻ്റെ കാരണം ഒരല്പം ട്വിസ്റ്റഡ് ആയിട്ട് കാര്യങ്ങൾ വന്നാൽ ആൻസർ ചെയ്യാൻ നമ്മുടെ കുട്ടികൾക്കറിയും. അനുഭവമാണ് പലപ്പോഴും. ക്ലാസ്സിൽ കുട്ടി എഴുന്നേറ്റെന്ന് ചോദിക്കും. എന്താ ചോദ്യം? സർ, അവർ ടീച്ചർ ഹാവ് ഗിവൺ ദിസ് ആൻസർ ഓഫ് 1 question. Now here it is given as 2 questions. What we have to do? ചോദ്യം. ക്ലാസ്സിലെ നോട്ടിൽ 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് ഇത് തന്നത്, ഇവിടെ ഒറ്റ ചോദ്യമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. എന്താ സർ ചെയ്യേണ്ടത്? ഈ തരം ചോദ്യം ആരാ ചോദിക്കുന്നത്? 9ലും 10ലും എത്തിയ കുട്ടി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ ഒന്ന് തിരിയുമ്പോഴേക്ക് അത് ചിന്തിക്കാൻ, മനസ്സിലാക്കാൻ പലപ്പോഴും ഒരു പക്വത നമ്മുടെ മക്കളെത്തുന്നില്ല. ഇവിടെ എഡ്യൂക്കേഷന്റെ ഏറ്റവും പ്രധാന ലക്ഷ്യം ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയാത്മകമായ ചിന്ത കുട്ടിയിൽ വളർത്തുക എന്നുള്ളതാണ്. അഥവാ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് നടക്കണം. 2+3 = 5 എന്ന് പഠിക്കുന്ന ഒരു കുട്ടി 12+3 = 15 എന്നും
12+13=25 എന്നും സ്വാഭാവികമായിട്ട് പഠിക്കും. അത് ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ് ആണ്. ഒരു സ്ഥലത്ത് പഠിച്ചൊരു കാര്യം മറ്റൊരു സിറ്റുവേഷനിൽ അപ്ലൈ ചെയ്യാൻ കുട്ടി പഠിക്കും. അപ്പോഴാണ് അവൻ മാനസികമായ വളർച്ച നേടുന്നത്. ഈ ഒരു തലത്തിൽ നമ്മുടെ പ്രവാസി മക്കൾ വളരെ പിറകിലാണ്. കാരണം ഒരു തരം ക്രാമിങ്ങിലൂടെ കരണ്ട് തിന്നുന്ന നോട്ട്സ് അങ്ങനെ തന്നെ പഠിച്ച് അങ്ങനെ ചോദിച്ചാൽ അങ്ങനെ തന്നെ എഴുതുന്ന ആ ഒരു അവസ്ഥ കൊണ്ട് പലപ്പോഴും നാട്ടിലെത്തുമ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാമിന് നമ്മുടെ പ്രവാസി മക്കൾ പരാജയപ്പെട്ടു പോകുന്നു. അതുകൊണ്ട് തന്നെ കാര്യങ്ങളെ വ്യവച്ഛേദിച്ച് വേർതിരിച്ചു പഠിക്കാനും ക്രിയാത്മകമായി കാര്യങ്ങളെ സമീപിക്കാനും നമ്മുടെ മക്കളെ നമ്മൾ പരിശീലിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതിന് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവിനപ്പുറം ചില കാര്യങ്ങൾ നമുക്ക് അവർക്ക് നൽകണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനമായ കാര്യം കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, ആശയവിനിമയത്തിന്റെ ശേഷി, അതേപോലെ സ്വാവബോധം, സെൽഫ് അവയർനെസ്, ഞാൻ ആരാണ് എന്നുള്ള ചിന്ത, ഇതേപോലെ തന്നെ ഉചിതമായ തീരുമാനമെടുക്കാൻ, ഡിസിഷൻ മേക്കിംഗ്, അതിനുള്ള കഴിവ്, ഇതേപോലെ തന്നെ പ്രശ്നപരിഹാര ശേഷി, പ്രോബ്ലം സോൾവിങ്, മുന്നിൽ വന്നിരിക്കുന്ന ഒരു കാര്യത്തെ എങ്ങനെ പരിഹാരം അതിന് കാണാം, ഈ ചിന്ത, ഇതൊക്കെ വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ മക്കൾ നേടിയെടുക്കണം എന്നുള്ളതാണ്. ഇതേപോലെ തന്നെ ഏറ്റവും പ്രധാനമായ മറ്റൊരു വിഷയമാണ് ക്രിട്ടിക്കൽ തിങ്കിങ്, അഥവാ വിമർശനാത്മകമായി കാര്യങ്ങളെ വിലയിരുത്താനും അവബോധങ്ങളിലേക്ക് എത്താനുമുള്ള കഴിവ്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ ഇവിടെ സൂചിപ്പിച്ചു എന്ന് ഓർക്കുന്നത്, ഒരു കല്യാണ വീട്ടിൽ ചെന്ന സമയത്ത് പിന്നെ അവിടെ ഒരു വലിയ ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിരിക്കുന്നു. കളിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു പ്രായത്തിലുള്ള കുട്ടികൾ ആ കുട്ടികളുടെ ഉമ്മ വന്നിട്ട് പറയുന്നു, ഇതിൽ കൈയിടരുത്, വെള്ളത്തിൽ കൈയിടരുത്, ഇത് ഉദവ് ചെയ്യാനുള്ള വെള്ളമാണ്. ഉടനെ 4 വയസ്സുള്ള ഒരു കുട്ടിയുടെ തിരിച്ചുള്ള ചോദ്യം, കൈയിട്ടിട്ടല്ല ഉള്ളെടുക്കാറുള്ളത്, പിന്നെന്താ പ്രശ്നം? ഞാൻ വെരി ഗുഡ് എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ ഉമ്മയോട് പറഞ്ഞു, അവന് പ്രൈസ് കൊടുക്കണം, അപ്രീഷിയേറ്റ് ചെയ്യണം അവനെ. യെസ്, വെരി ക്രിട്ടിക്കൽ തിങ്കിങ്. പക്ഷെ ഉമ്മ എന്താ സാധാരണ ചെയ്യാൻ മുഖത്തൊന്ന് കൊടുക്കും, തർക്കുത്തരം പറയുന്നെന്ന് പറഞ്ഞിട്ട്. ഇതേപോലെ നമ്മുടെ കുട്ടികൾ വിമർശനാത്മകമായി കാര്യങ്ങളെ വിലയിരുത്തുന്ന ഘട്ടങ്ങളിൽ വളരെ പെട്ടെന്ന്. അപ്പോൾ ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ തവണ സ്കൂളിൽ സ്പോർട്സ് മീറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ ഷോർട്ട് പുട്ട് ത്രോ നടക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു പയ്യൻ മറ്റൊരു പയ്യനോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു, മാറി നിന്നടാ, ജീവിതം മാറ്റിമറിക്കാൻ ഒരു ഏറ് മതി എന്ന് പറഞ്ഞു. ഞാൻ അവനെ ഉടനെ വിളിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നന്നായി അഭിനന്ദിച്ചു. കാരണം എത്ര സുന്ദരമായൊരു പ്രയോഗം, അത് മലയാളത്തിൽ നമ്മുടെ ഗൾഫിലെ ഒരു കുട്ടി അങ്ങനെ പറയാന്ന് പറഞ്ഞാൽ. അപ്പം അത്തരം ഘട്ടങ്ങൾ വരുമ്പോൾ, അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ അവരെ പോടാ എന്ന് പറയുക, അല്ലെങ്കിൽ ഇത് ബഹുമാനമില്ലാത്ത രൂപത്തിൽ സംസാരിക്കുന്നു എന്നൊക്കെ പറയുന്നതിന് പകരം കുട്ടിയുടെ ക്രിയേറ്റീവായി കാര്യങ്ങളെ കണ്ടെത്താനുള്ള ശേഷിയെ നമ്മൾ അഭിനന്ദിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. പിന്നെ മറ്റൊന്ന്, 8ാമത്തെ പോയിന്റായി പറയുന്നതാണ് കോപ്പിംഗ് വിത്ത് ഇമോഷൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ വൈകാരികമായ പൊരുത്തപ്പെടൽ. ഇത് സാധിക്കാതിരിക്കുമ്പോഴാണ് ചിലപ്പോൾ 12 കൊല്ലം ഗൾഫിൽ കൂടെ പഠിപ്പിച്ച കുട്ടിയെ ഒരു മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് അഡ്മിഷൻ കിട്ടി നാട്ടിലേക്ക് അയച്ച് മറ്റൊരു ഹോസ്റ്റലിൻ്റെ സാഹചര്യത്തിലാകുമ്പോൾ ഒന്നുകിൽ അവിടെയുള്ള ബാഡ് കമ്പനിയിൽ പെട്ടിട്ട് വളരെ മോശമായി പോകുന്നു, അല്ലെങ്കിൽ മാനസികമായി അവൻ ആകെ സ്ട്രെസ്സായി ഉടനെ ഉമ്മക്ക് ഫോൺ ചെയ്ത് എനിക്കിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കൊടുത്ത കാശ് മുഴുവൻ നഷ്ടത്തിലായി ഇങ്ങോട്ട് തിരിച്ചു പോരുന്നു. ഏത് പ്രതികൂലമായ സാഹചര്യത്തിൽ എത്തിച്ചേർന്നാലും കോപ്പിംഗ് വിത്ത് ഇമോഷൻ ആൻഡ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ്, ഇത് രണ്ടും വളരെ പ്രധാനമാണ്. ഇത് രണ്ടും നേരിടാനുള്ള കഴിവ് കൊച്ചു നാളുകളിലെ തന്നെ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് നൽകിക്കൊണ്ടിരിക്കണം. അതിന് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യം, തലോടലിൻ്റെ കൂടെ തന്നെ ചില സന്ദർഭങ്ങളിൽ ശാസനയുടെ തിരുത്തലുകളും നമുക്ക് നടത്തേണ്ടി വരും. ഇത് പണിഷ്മെന്റിനെ കുറിച്ച് സൈക്കോളജി പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് എ നെഗറ്റീവ് റീൻഫോഴ്സ്മെന്റ്, ഒരിക്കലുമല്ല. സ്നേഹിക്കുന്ന ഒരു ഉപ്പയിൽ നിന്ന് ഒരു നോട്ടം, തീക്ഷ്ണമായ ഒരു നോട്ടം, അല്ലെങ്കിൽ കൈകൊണ്ടുള്ള ചെറിയൊരടി, അത് കുട്ടിയെ വല്ലാതെ വേദനിപ്പിക്കും. ഞാൻ ഓർത്തു പോകുന്നത്, ഞങ്ങൾക്ക് എം.എഡിന് പഠിക്കുന്ന സമയത്ത് സൈക്കോളജി പഠിപ്പിച്ചിരുന്ന സാറ്, അദ്ദേഹം വളരെ പ്രായം കൂടിയ ഒരു മനഃശാസ്ത്ര വിദഗ്ധനാണ്. അദ്ദേഹം പറഞ്ഞ ഒരു അനുഭവമാണ്. അദ്ദേഹം പറഞ്ഞു, 49 വയസ്സുള്ള എൻ്റെ മക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും നീറ്റ്നെസ് ഉള്ള മകളാണ്, വൃത്തിബോധം വളരെയധികം ഉണ്ടാവണം. അത് ഒരു മിഠായിലൂടെ അവൾ പഠിച്ച നഴ്സറിയിലെ ടീച്ചർ നൽകിയതാണ്. എന്താ സംഭവം? ഒന്നുമില്ല. ക്ലാസ്സിലേക്ക് വന്ന ടീച്ചർ മിഠായി കൊണ്ടുവന്ന് എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ കൊടുത്തു. ഈ കുട്ടിയുടെ മുന്നിലെത്തിയപ്പോൾ കൈ നീട്ടാൻ പറഞ്ഞു. കൈ നീട്ടിയപ്പോൾ കയ്യിൽ അഴുക്കുണ്ട്. അയ്യേ, ഇതിൽ എങ്ങനെ ടീച്ചർ മിഠായി തരും എന്ന് പറഞ്ഞ് ഡെസ്കിൽ വെച്ചു. ആ കുട്ടി വീട്ടിലെത്തുന്നു, അച്ഛനോട് പറയുന്നു, അച്ഛ കൈ സോപ്പിട്ട് കഴുകിത്തരണം. കാര്യങ്ങളെ വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്ന ഒരു പിതാവായതുകൊണ്ട് അദ്ദേഹം സാധാരണ മോളെ നിർബന്ധിക്കണം ഭാഷ ചെയ്യാൻ വേണ്ടി, ഇന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പറയാൻ കാരണം. അപ്പോഴാണ് ടീച്ചർക്ക് വിളിക്കുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു എന്ന് പറയും. ആ കുട്ടിയെ വേദനിപ്പിച്ച കാര്യം, സ്നേഹിക്കുന്ന ടീച്ചർ എല്ലാവർക്കും കയ്യിൽ കൊടുത്തപ്പോൾ എനിക്ക് മാത്രം ഡെസ്കിൽ വെച്ച് തന്നു. വന്നത് സ്നേഹിക്കുന്ന ടീച്ചറിൽ നിന്ന്
കയ്യിൽ മിഠായി ലഭിക്കാതിരുന്നപ്പോൾ ഉണ്ടായ വേദനയാണ് തന്നിൽ ഈ ഒരു കാര്യം നിലനിന്നത് കൊണ്ടാണ് സ്നേഹം നഷ്ടപ്പെട്ടതെന്ന് കുട്ടി തിരിച്ചറിയുകയും അച്ഛൻ്റെ മുമ്പിൽ ചെന്നുകൊണ്ട് കൈ കഴുകാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇവിടെ ഒരു വാല്യൂ കുട്ടിയിലേക്ക് പകർത്തപ്പെട്ടു, ഒരു മൂല്യം കുട്ടിയിലേക്ക് സന്നിവേശിപ്പിക്കപ്പെട്ടു. എങ്ങനെ അത് പകർന്നു നൽകപ്പെട്ടത്? സ്നേഹത്തിലൂടെയാണ്. ടീച്ചർ സ്നേഹത്തിലൂടെ നൽകിയത്. വാല്യൂവിനെ കുറിച്ച് എഡ്യൂക്കേഷൻ പഠിപ്പിക്കുന്ന കാര്യം, വാല്യൂസ് ആർ നെവർ ടോട്ട് ബട്ട് ടു ബി കോട്ട്. മൂല്യങ്ങൾ ഒരിക്കലും പഠിപ്പിക്കപ്പെടേണ്ടതല്ല, അത് സ്വാംശീകരിച്ചെടുക്കേണ്ടതാണ്. ഖുർആൻ ഓതടാ എന്ന് മോനോട് പറഞ്ഞോട് കാര്യമല്ല. ഉപ്പ സുബഹി കഴിഞ്ഞ് ഖുർആൻ എടുത്ത് ഓതുന്നത് കുട്ടി കാണുമ്പോഴാണ് ആ കുട്ടിയിൽ സ്വാധീനം ഉണ്ടാവുക. ജമാഅത്തിന് ഉപ്പ പള്ളിയിലേക്ക് സ്ഥിരമായി പോകുന്നത് കുട്ടി കാണുമ്പോഴാണ് അത് കുട്ടിയിൽ സ്വാധീനം ചെലുത്തുക. ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് അതിൻ്റെ മോഡലായി നമ്മൾ വർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ചെറുപ്രായത്തിലാകുമ്പോൾ ഹീറോ വർഷിപ്പ്, വീരാരാധന കുട്ടിയുടെ മാനസികമായ സവിശേഷതകളൊന്നാണ്. പകർത്താനുള്ള ശ്രമം, ആ പകർത്താനുള്ള ശ്രമം അവർ നടത്തുമ്പോൾ അവിടെ മോഡലുകൾ അവരുടെ മുന്നിൽ വേണം. ഇന്ന് പലപ്പോഴും മീഡിയകൾ പ്രദർശിപ്പിച്ചു കൊടുക്കുന്ന ക്രിക്കറ്റിൻ്റെ സിനിമയുടെ രംഗത്തുള്ള ഹീറോമാരാണ് അവരുടെ മുമ്പിൽ മോഡൽ. അതുകൊണ്ട് ആ മാതൃക അവർ പകർത്താൻ വേണ്ടി ശ്രമിക്കുന്നു. അതിനു പകരം ദീൻ അവരെ പഠിപ്പിച്ച് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മോഡൽ അവരുടെ മുമ്പിൽ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചാൽ, നേരത്തെ ഇവിടെ ടീനേജ് ക്ലാസ്സിലെ കുട്ടികൾ പറഞ്ഞ പോലെ അവർക്ക് ലഭിക്കാത്തത് ലഭിച്ച അനുഭവം അവർക്കുണ്ടായിത്തീരും. ആ മാതൃക പകർത്താനുള്ള ശ്രമം അവരിലൂടെ ഉണ്ടായിത്തീരും. അതുകൊണ്ട് തന്നെ മാതൃക അന്വേഷിക്കുന്ന പ്രായത്തിൽ ഒരു റോൾ മോഡലാകാൻ ഞാനും നിങ്ങളും അടങ്ങുന്ന പേരൻസിന് സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ പ്രവാസികൾ എന്നുള്ള നിലക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ജീവിത രീതി വലിയൊരു പ്രശ്നമാണ്. ഞാൻ ദുഃഖത്തോടു കൂടി ഓർക്കുന്ന ഒരു യാഥാർത്ഥ്യം, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുള്ള ഉപ്പ പറയാണ് ഫ്ലാറ്റ് അന്വേഷിക്കുന്ന സമയത്ത്, ഞങ്ങൾക്ക് സിംഗിൾ ബെഡ്റൂം മതി, കാരണം പിള്ളേർ ഞങ്ങളുടെ കൂടെ കിടക്കുള്ളൂ. ഇതൊരു വലിയ ദുരന്തമാണ് സഹോദരങ്ങൾ. അള്ളാന്റെ റസൂലിൻ്റെ നിർദ്ദേശമാണ് മാറ്റിക്കിടത്തേണ്ടുന്ന പ്രായത്തിൽ അവരെ മാറ്റിക്കിടത്തുക എന്നുള്ളത്. കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒട്ടനവധി കേസുകൾ പലപ്പോഴും സ്കൂളിൽ വന്നിട്ട് കുട്ടികൾ കൈകാര്യം ചെയ്യുന്ന അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്നു. കാരണം അവർ നേർക്ക് നേരെ വീക്ഷിക്കുന്നു ഉപ്പയുടെയും ഉമ്മയുടെയും കിടപ്പറ രംഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ ഒരു ലൈഫ് സ്റ്റൈലിൽ അതിൻ്റെ ദുരന്ത ഫലമായി ഉണ്ടാകാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തുള്ള പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഒരു ആളുടെ കൂടെ ഒളിച്ചു പോവുകയും വളരെ മോശമായ കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തപ്പോൾ ആ കുട്ടിയുടെ പ്രശ്നം പഠിച്ച സമയത്ത് കുട്ടി പറഞ്ഞ കാര്യം എന്താ? ഞാൻ ഒരു മകള് മാത്രമേ ഉള്ളൂ, ഞാൻ ഉപ്പയുടെയും ഉമ്മയുടെയും അത്തരം കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്, എനിക്കങ്ങനെ തോന്നി, അതുകൊണ്ടാണ്. സത്യമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി ആ കാര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ള ആളുകളുമായുള്ള അള്ളാഹിന്റെ റസൂല് വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിൽ സ്വന്തം വീട്ടിൽ പോലും പ്രവേശിക്കാൻ നിങ്ങൾ അനുമതി ചോദിക്കണം എന്ന് പറഞ്ഞ 3 ഘട്ടങ്ങളുണ്ട്. നമുക്കറിയാം, ഇശാ നമസ്കാരത്തിന് ശേഷമുള്ള സമയം, അതേപോലെ തന്നെ സുബഹി നമസ്കാരത്തിന് മുമ്പുള്ള സമയം, മിൻ ഖബ്ലി സ്വലാത്തിൽ ഫജ്ർ വഹീന തലഊന സിയാബക്കും മിനൽ ലഹീറ. 1 ഫജ്റിന് മുമ്പുള്ള സമയം, 2 ഉച്ച ഉറക്കത്തിന് വേണ്ടി വസ്ത്രം മാറ്റിവെക്കുന്ന സമയം, 3 ബഅദി സ്വലാത്തിൽ ഇശാന് ശേഷമുള്ള സമയം. ഇത് ഒരു വീട്ടിൽ തന്നെ ആണെങ്കിൽ പോലും ഉപ്പയുടെ റൂമിൽ കയറാൻ മക്കൾ അനുമതി ചോദിക്കേണ്ടെന്ന, സഹോദരന്റെ റൂമിൽ കയറാൻ സഹോദരൻ പെർമിഷൻ ചോദിക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്ന സന്ദർഭങ്ങളാണ്. ആ കാര്യം പറഞ്ഞിട്ട് ആയത്തിൽ അള്ളാഹ് പറഞ്ഞെന്താ? സലാസു ഔറാത്തിലക്കും, നിങ്ങളുടെ ജീവിതത്തിലെ രഹസ്യങ്ങളുടെ 3 സന്ദർഭം എന്ന് പറഞ്ഞാൽ അവിടെ ചില ബാരിയേഴ്സ്, ചില പരിധികൾ അത് കീപ്പ് ചെയ്യപ്പെടണം. അത് പലപ്പോഴും നമ്മുടെ പ്രവാസ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ഷെയറിങ് ഫാമിലി, പരസ്യം കൊടുക്കുക നമ്മൾ. എന്നിട്ട് ഒരാളുടെ ഫാമിലി നാട്ടിൽ പോയ സമയത്ത് മറ്റേ ഫാമിലി ഇയാൾ ഒന്നിച്ച് കഴിയുന്നൊരവസ്ഥ, മക്കൾ ഒന്നിച്ച് കഴിയുന്നൊരവസ്ഥ. എത്ര ദുരന്തങ്ങൾ. അച്ഛനും അമ്മയും ഉമ്മയും ഉപ്പയും നേരത്തെ ജോലിക്ക് പോയി 2 പേരും എത്തുന്നതിന് മുമ്പ് മക്കൾ തിരിച്ചെത്തിയിട്ട് ഉണ്ടായിത്തീർന്ന പ്രശ്നങ്ങൾ എത്ര നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ലൈഫ് സ്റ്റൈലിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ആ പരിധികൾ എപ്പോഴും ഞാനും നിങ്ങളും കാത്തു സൂക്ഷിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. രണ്ടാമത്തെ ഒരു വലിയൊരു പ്രശ്നം, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കുന്ന പ്രശ്നമാണ്. അതൊരു വല്ലാത്ത ദുരന്തമാണ്. ഏറ്റവും വലിയ പൈശാചികതയുടെ വാതായനങ്ങൾ. നമ്മൾ
സോഷ്യൽ മീഡിയകളിലൂടെ തുറന്നു വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡൈവോഴ്സിന്റെ വക്കിലെത്തിയ ഫാമിലി അവരുടെ ഒരു വലിയൊരു പ്രശ്നമായി അവതരിപ്പിച്ച കാര്യം, പെൺകുട്ടി പറയുന്ന കാര്യം, അദ്ദേഹത്തിന് എൻ്റെ കാര്യം ശ്രദ്ധിക്കാൻ സമയമല്ല, വീട്ടിൽ വന്നാൽ ലാപ്ടോപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഓഫീസിലെ സഹപ്രവർത്തകയായ പെണ്ണുങ്ങളൊക്കെ ആയിട്ട് ചാറ്റിങ്ങും ചീറ്റിങ്ങും കാര്യങ്ങളൊക്കെ. ഇതാണ് അത്തരം ബന്ധങ്ങൾ ദുരന്തങ്ങളിലേക്ക് നയിക്കപ്പെട്ടതിൻ്റെ എത്രയെത്ര അനുഭവങ്ങൾ, വിവാഹമോചനങ്ങളിൽ എത്തിച്ചേർന്നതിൻ്റെ എത്രയെത്ര അനുഭവം. മാത്രമല്ല, മക്കളെ എങ്ങനെ നമുക്ക് ഉപദേശിക്കാൻ കഴിയും? ബെഡിൽ കിടക്കുന്ന നമ്മൾ കമഴ്ന്ന് കിടന്നിട്ട് ലാപ്ടോപ്പ് ഓണാക്കി നമ്മുടെ ഓഫീസിലുള്ള ആളുകളുമായി, സ്ത്രീകളുമായി, അന്യ സ്ത്രീകളുമായി നമ്മൾ ചാറ്റ് ചെയ്യുന്നത് കാണുന്ന മകനോട് നീ എങ്ങനെ ഗേൾ ഫ്രണ്ടിനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് എങ്ങനെ നമ്മൾ പറയും? നമ്മുടെ മകളോട് നമ്മൾ എങ്ങനെ പറയും? അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ആദർശങ്ങൾ, ആശയങ്ങൾ സമ്പൂർണ്ണമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴേ മക്കളോട് നന്മ പറയാൻ നമുക്ക് അവകാശം ഉണ്ടാകുന്നു. ഞാൻ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇസ്മായിലുമാർ നമ്മുടെ വീടുകളിൽ വളർന്നു വരണമെങ്കിൽ ആദ്യം നമ്മൾ ഇബ്രാഹിമുമാരാകാൻ തയ്യാറാകണം. നമ്മുടെ ജീവിതത്തെ ആ രൂപത്തിൽ ക്രമീകരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ദീനല്ലാതെ നമ്മുടെ മക്കളെ നന്നാക്കാൻ മറ്റൊന്നുമില്ല. ലോകത്ത് ആദർശം ഇസ്ലാം പഠിപ്പിക്കുന്ന, ഖുർആൻ പഠിപ്പിക്കുന്ന, ഹദീസ് പഠിപ്പിക്കുന്ന അതിനപ്പുറത്തൊന്നുമില്ല ആർക്കും പറയാൻ. 7 steps of world famous heroes, ഏത് പുസ്തകം